ഇറ്റാലിയൻ ബ്രാൻഡായ ഏപ്രിലിയുടെ ഏറ്റവും പുതിയ ലോഞ്ച് RS457 ഒപ്പമാണ് നമ്മളുള്ളത്. അതും കേരളത്തിലെ ഫസ്റ്റ് ലോഞ്ചാണ്. കരമനയിലെ ഏപ്രിലിയുടെ ഷോറൂമിലാണ്. എന്തൊക്കെയാണ് ഈ സൂപ്പർ ബൈക്കിന്റെ കൂടുതൽ വിശേഷങ്ങളെന്ന് ചോദിച്ചറിയാം. RS457 കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് നമ്മുടെ ഒപ്പം ഉള്ളത് വിഷ്ണു ബ്രോയാണ്. ബ്രോ ഹായ്. ബ്രോ, എന്തൊക്കെയാണ് ഈ ഒരു സൂപ്പർ ബൈക്കിന്റെ സ്പെക്സ്? അതും ഫസ്റ്റ് ലോഞ്ച് ആണ്. അതെ, തീർച്ചയായിട്ടും വളരെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആൻസിപ്പേഷൻ ഉള്ള ഒരു മോഡൽ തന്നെയാണ് 457 എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കിത് കേരളാസ് എക്സ്ക്ലൂസീവ് ആണ്. കേരളത്തിൽ നമുക്ക് ആദ്യമായിട്ട് ട്രിവാൻഡ്രം ഷോറൂമിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്രോ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് അപ്രിലിയ എന്ന് പറയുന്നത് ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഇന്ത്യ മാർക്കറ്റിൽ അറൗണ്ട് ഇയേഴ്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതിൻ്റെ ഒരു RS ലൈനപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും RS V4 പോലുള്ള മോട്ടോർ സൈക്കിൾസ് CBU ആയിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ആൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഡയറക്റ്റ്ലി കേരള മാർക്കറ്റിൽ റീറ്റെയിൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് മോട്ടോർ സൈക്കിളാണ്. മാത്രമല്ല കംപ്ലീറ്റ്ലി മാനുഫാക്ചേർഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു പ്രത്യേകത കൂടെ നമുക്ക് ഈ വാഹനത്തിനുണ്ട്. അത് എന്താണ് അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിങ്ങിൻ്റെ കാര്യം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും സർവീസ് കോസ്റ്റിൻ്റെ കാര്യം വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു CBU മോട്ടോർ സൈക്കിളിനുപരി നമുക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻട്രി ലെവലിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. വി ആർ എൻട്രിങ് ഇൻ ടു അനദർ സെഗ്മെൻറ്റ് ഓഫ് ദി മോട്ടോർ സൈക്കിൾ കാറ്റഗറി ഇൻ കേരള മാർക്കറ്റ്. സോ ട്രിവാൻഡ്രത്താണ് നമ്മൾ ആദ്യമായിട്ട് RS457 ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ അഗ്രസീവ് ലുക്കാണ്. അതോടൊപ്പം തന്നെ ഭയങ്കര യൂണിക് ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടി തോന്നുന്ന ഒരു ബൈക്കാണ്. ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. വലിയൊരു സെലിബ്രേഷൻ രീതിയിലായിരുന്നു തോന്നുന്നു. അതെ, നമുക്കിപ്പോൾ വളരെ ഒരു വലിയ ഇവന്റ് ആയിട്ട് നടത്തേണ്ട ഒരു ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷേ ഒബ്വിയസ്ലി നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് എക്സ്പോർട്ടിങ് തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്തു. സോ ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് കേരളത്തിൽ റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയ ഇവന്റ് പോലെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു ജനപങ്കാളിത്തം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ത്രൂ ഔട്ട് കേരള എൻക്വയറീസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വളരെ ഹെക്റ്റിക്കായിട്ട് എൻക്വയറീസ് കൂടുന്നുണ്ട്. ആൾറെഡി നമുക്ക് കൗണ്ട്ലെസ് എൻക്വയറീസും പ്ലസ് കൗണ്ട്ലെസ് ബുക്കിംഗ്സും ആൾറെഡി നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ആയിട്ടുണ്ട്. അറൗണ്ട് 2 to 3 months പ്ലസ് വെയിറ്റിംഗ് പീരീഡ് ആൾറെഡി ഉണ്ട്. പ്രധാനമായിട്ട് ഇതിന്റെ ഒരു എഞ്ചിൻ സ്പെക്സിനെ പറ്റി ഒന്ന് പറയാം. നമുക്കിപ്പോൾ വന്നിട്ട് ഒരു പാരലൽ ട്വിൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേസിംഗ് സിലിണ്ടർ വരുന്ന 4 valves per സിലിണ്ടർ വരുന്ന ഒരു ട്വിൻ സിലിണ്ടർ 457cc എഞ്ചിനാണ് വരുന്നത്. ഈ സെഗ്മെന്റിൽ തന്നെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ സെഗ്മെന്റിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള കോമ്പറ്റീഷൻസ് കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ റോഡ്സ് അല്ലെങ്കിൽ കേരള റോഡ്സ്, കേരളത്തിലുള്ള എസ്പെഷ്യലി വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള എന്തൂസിയാസ്റ്റിന് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട്. നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിൽ ഉള്ള ഈവൻ നമ്മുടെ കോളേജ് സ്റ്റുഡൻസ് തൊട്ട് വളരെ എൽഡർ ആയിട്ടുള്ള ബൈക്കേഴ്സ്, ഈവൻ ഇന്റർനാഷണലി ബൈക്കേഴ്സ് ആയിട്ടുള്ളവർ വരെ നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെയാണ് വരുന്നത്. നമുക്കൊരു ഒറ്റ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതിൽ 3 കളർ വേരിയൻസിൽ തന്നെ നമുക്ക് കോസ്റ്റിങ്ങും സെയിം തന്നെയാണ്. കോസ്റ്റിങ്ങിലും വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും വരുന്നില്ല. ബ്രോ, ഇതൊരു സൂപ്പർ ബൈക്കാണ്. ഒബിയസ്ലി ഒരു 400 സെഗ്മെന്റുള്ള ഒരു ബൈക്കാണ്. അതൊരു സ്റ്റാർട്ടേഴ്സിന്, ഒരു ബിഗിനേഴ്സിന് സൂപ്പർ ബൈക്ക് ഇതൊരു യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാൻഡിലിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും? നമുക്ക് 457 എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് റിയലി ആൻ അഗ്രസീവ് മോട്ടോർ സൈക്കിൾ. അഗ്രസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 47 bhp പവർ വരുന്ന ഒരു സ്പോർട്സ് ബൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മോട്ടോർ സൈക്കിൾ റൈഡിങ് ഒരു ഹോബി എന്നതിനുപരി അതിനെ കൂടുതൽ ഒരു കലയായിട്ട് അല്ലെങ്കിൽ വാഹനത്തിനോടുള്ള ആ ഒരു പ്രതിബദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തികച്ചും ഇറ്റ്സ് എ ബിഗിനർ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ. എന്നാൽ കൂടി നമുക്ക് വണ്ടിയുടെ പവർ ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലുള്ള റൈഡിങ് എർഗണോമിക്സ് ഉള്ള ആളാണെങ്കിൽ മാത്രം ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒബ്വിയസ്ലി ഇറ്റ്സ് എ ബീസ്റ്റ്. ബിഗിനർ ഫ്രണ്ട്ലി ആണ്, തീർച്ചയായിട്ടും ബിഗിനർ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ആസ് വെൽ ആസ് നമുക്കൊരു ഈവൻ വെൻ ഇറ്റ് കമ്പയറിങ് ടു ദ സൈസ് ആണെങ്കിൽ പറയുമ്പോൾ നമുക്കൊരു ലിറ്റർ കാസ് മോട്ടോർ സൈക്കിൾ എങ്ങനെയാണോ അതേ ഒരു ഫീൽ നമുക്ക് ഈ മോട്ടോർ സൈക്കിളിൽ കിട്ടും തീർച്ചയായിട്ടും. ഇതിൻ്റെ എൽഡർ സിബ്ലിംഗ് ആണ് RS660 എന്ന് പറയുന്നത്. വെൻ ഇറ്റ് കംസ് ടു ദി ഡയമെൻഷൻസ് വളരെ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. 2 മോട്ടോർ സൈക്കിളിൻ്റെയും ഡയമെൻഷൻസ് ഓൾമോസ്റ്റ് ദ സെയിം തന്നെയാണ്. ഈ ഒരു സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു വലിയ കോമ്പറ്റേറ്റേഴ്സ് ഇല്ലാത്തൊരു സെഗ്മെന്റ് ആണ് പ്രത്യേകിച്ച്. പക്ഷേ ഒബിയസ്ലി ചില ആംഗിളുകളിൽ ഒരു KTMന്റെ ഒക്കെ ചെറിയൊരു ലുക്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഏറ്റവും യൂണിക് ആയിട്ട് തോന്നിയത് ഈ ഒരു ലൈറ്റിന്റെ എലമെന്റ്സ് ആണ്. ഫ്രണ്ട് പോർഷൻ പ്രത്യേകിച്ച് ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി, അതിന്റെ ഒരു ബ്യൂട്ടി ഭയങ്കരമാണ്. ഡ്യുവൽ LED ഹെഡ്ലാംപ്സ് വിത്ത് DRL ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് ഡിസൈന് മറ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിൾസിനെ വെച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വിസിബിൾ അല്ല. ഇതിൻ്റെ DRSന്റെ കൂടെ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. റെയർ സൈഡിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വിസിബിൾ ആയിട്ട് വരുന്നത്.
പിന്നെ നമുക്ക് നമുക്ക് ഇറ്റാലിയൻ RSന്റെ ആ ഒരു ഡിസൈൻ തീം തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ A to Z നമുക്ക് ഒന്ന് A to B പോർഷൻ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദി RS DNA. ഈവൻ ആ ഒരു 660യുടെയും V4നെയും അതേ ഒരു ഡിസൈൻ തീം തന്നെയാണ് ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. ഒരു പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിനുള്ള ഒരു സൂപ്പർ ബൈക്ക് എന്ന നിലയിൽ നമുക്കൊരു കോമ്പറ്റീറ്റേഴ്സിന് ഈ ബൈക്കുമായിട്ട് കമ്പയർ ചെയ്ത് നിലവിൽ പറയാൻ പറ്റും തോന്നുന്നില്ല. എങ്കിൽ പോലും കവസാക്കി നിഞ്ച, അതേപോലെ യമഹ R3 തുടങ്ങിയ ബൈക്കുകൾ നിലവിൽ ഒരു വെല്ലുവിളിയാകുമോ? നമുക്ക് അപ്രിലയുടെ ലൈനപ്പിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു 457cc സെഗ്മെൻറ്റ്, അതായത് 660യുടെ ഒരു എൽഡർ സിബ്ലിംഗ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എൻജിൻ സ്പെക്ക് അല്ലെങ്കിൽ പവർ സ്പെക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ശരിക്കും ഒരു കോമ്പറ്റീഷൻ ഇല്ല. എന്നാൽ പോലും നമുക്ക് വെൻ ഇറ്റ് കംസ് ടു പ്രൈസിങ്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുമ്പോൾ പ്രൈസിങ് ആണ്. നമ്പർ 1 CBO അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞപ്പോൾ ബ്രോ മെൻഷൻ ചെയ്ത വെഹിക്കിൾസ് ആണെങ്കിൽ പോലും നമുക്ക് ഇതിനോട് സെഗ്മെൻറ്റിൽ കോമ്പറ്റീറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ഇറ്റ് കംസ് ടു എൻജിൻ കപ്പാസിറ്റി ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പ്രൈസിങ് നേരെ ഇൻവേർട്ടഡ് ആണ്. കാര്യം നമുക്ക് ആ വെഹിക്കിൾസ് ഇപ്പോൾ നിലവിൽ CBO ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഇന്ത്യൻ മാനുഫാക്ചർ ആയിട്ടുള്ള വണ്ടിയാണ് RS 457 എന്ന് പറയുന്നത്. വെൻ ഇറ്റ് കംസ് ടു കോസ്റ്റിംഗ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ട്രിവാൻഡ്രത്ത് വരുന്നത് 5.29 ആണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. കാര്യം ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പവർ ഡെലിവറിയും എസ്പെഷ്യലി ഫ്രം എൻ ഇറ്റാലിയൻ ബ്രാൻഡ് ലൈക്ക് അപ്രിലിയ നമുക്ക് ഈ ഒരു പ്രൈസിൽ ഈ പ്രോഡക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇൻ ജനറൽ ദർ ഇസ് നോ കോമ്പറ്റീഷൻ. ഒരു RSലുള്ള മെയിൻ ആയിട്ടുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചെയ്യാം? ഷുവറായിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ആൻഡ് ആപ്പിൾ കണക്ടിവിറ്റി ഉണ്ട്. അപ്രിലിയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്പ് ഉണ്ട്. ആപ്പ് വഴി നമുക്ക് മോട്ടോർ സൈക്കിളിൽ കണക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമുക്ക് വെഹിക്കിളിൽ വന്നിട്ട് നമുക്ക് 3 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ സ്പോർട്ട് മോഡ് വരുന്നുണ്ട്, ഇക്കോ മോഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റെയിൻ മോഡ് വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് 3 ലെവലിൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നതായിരിക്കും. ATC എന്ന് പറയുമ്പോൾ ആപ്രിലിയ ട്രാക്ഷൻ കൺട്രോൾ, അത് നമുക്ക് ലെവൽ 1 ആൻഡ് ലെവൽ 2, ലെവൽ 3 അങ്ങനെ 3 ലെവലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റിയർ ABS എന്ന് പറയുമ്പോഴത്തേക്കും സ്വിച്ചബിൾ ആണ്. റിയർ ABS ഡിസേബിൾ ചെയ്തിട്ട് സ്പോർട്ട് മോഡിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും വണ്ടിയുടെ ഏറ്റവും പീക്ക് പെർഫോമൻസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്ക് ഈ ഡിസ്പ്ലേയിൽ വരുമ്പോഴത്തേക്കും വണ്ടിയുടെ സർവീസ് റിമൈൻഡറാണ് ഈ വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് വണ്ടിയുടെ ടെമ്പറേച്ചർ, ബാറ്ററി വോൾട്ടേജ്, ഫ്യൂൽ ലെവൽ ആൻഡ് റേഞ്ച് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഡിസ്പ്ലേയിലാണ് വണ്ടിയുടെ ടെമ്പറേച്ചർ വിച്ച് ഷോസ് ഇറ്റ് ഈസ് ഓക്കെ ടു റൈഡ്. നമ്മൾ കോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കോൾഡ് ആണെന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവും. ഒരു 20 to 25 സെക്കൻഡ്സിൻ്റെ ഐഡലിംഗ് ടൈമിൻ്റെ ഇടയിൽ നമുക്കിത് ഈ ഒരു ഡിസ്പ്ലേ ഓക്കെ ആവുന്നതായിരിക്കും. അപ്പോൾ മാത്രം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എഞ്ചിൻ്റെ ബെസ്റ്റ് കണ്ടീഷന് നല്ലത്. ഏതൊക്കെ കളറിൽ ഇപ്പോൾ Aprilia 457 അവൈലബിൾ ആണ്? ഓക്കെ, സോ നമുക്കിപ്പോൾ Aprilia 457 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ബ്ലാക്ക്, ഈ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ആണ്. ആൻഡ് ദി അനദർ വൺ ഇസ് റേസിംഗ് സ്ട്രൈപ്സ് എന്നൊരു വേരിയൻറ്റ്, അത് നമ്മുടെ ഡിസ്പ്ലേയിൽ ഇവിടെ തന്നെ ഉണ്ട്. സോ നമുക്ക് Apriliaയുടെ ടെക്നിക്കൽ ടേംസ് വെച്ച് ഈ വേരിയൻറ്റിൻ്റെ പേര് ഒപ്പലസെൻറ്റ് ലൈറ്റ് എന്നാണ്. പിന്നെ നമുക്ക് ബ്ലാക്ക് വെഹിക്കിളിന് വരുന്ന പേരെന്ന് പറയുന്നത് പ്രിംസ്റ്റിക് ഡാർക്ക് എന്നാണ് പറയുന്നത്. പിന്നെ ഈ നമ്മുടെ ഡിസ്പ്ലേയിലിരിക്കുന്ന രണ്ടാമത്തെ വേരിയൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ നമുക്ക് റൈസിംഗ് സ്ട്രൈപ്സ് എന്നാണ് ആ വേരിയൻറ്റിന് പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനദർ ഫാക്ടറാണ് നമുക്ക് 3 കളർ വേരിയൻസിനും പ്രൈസിൽ യാതൊരു ഡിഫറൻസും വരുന്നില്ല. 3നും സെയിം പ്രൈസ് തന്നെ വരുന്നത്. കേരളത്തിൽ ട്രിവാൻഡ്രത്തെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 5,29,912, അതായത് 5.29 ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എല്ലാ ഫിനാൻസ് ഓപ്ഷൻസും നമുക്ക് ട്രിവാൻഡ്രത്തെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഫിനാൻസ് നമുക്ക് കസ്റ്റമർ ഡയറക്റ്റായിട്ട് ഷോറൂമിൽ വന്ന് ബയോമെട്രിക് വെരിഫിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് സ്കീംസിന് നമുക്ക് ഏകദേശം ഒരു ഫിഗർ പറയുകയാണെങ്കിൽ ലോവസ്റ്റ് EMI എന്ന് പറയുമ്പോൾ അറൗണ്ട് നമുക്കൊരു 1 lakh ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നതായിരിക്കും ഇറ്റ് വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. കാര്യം നമ്മളും ഈ സെഗ്മെൻറ്റിലും ഫസ്റ്റ് ടൈമായിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത്. സോ അറൗണ്ട് ഒരു 1 lakh ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ EMI വിൽ കോസ്റ്റ് അറൗണ്ട് 9,000 to 11,000 റേഞ്ച് ചെയ്യുന്ന EMI വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം 3 year to 5 year പ്ലാൻ, അതിൻ്റെ ഇടയിലായിരിക്കും വരുന്നത്. ബട്ട് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് EMI ചേഞ്ചസ് നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ സിവിൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കും അതിനനുസരിച്ച് ഫ്ലക്ച്വേഷൻ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. ബെറ്റർ ടു പേ അറൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് 1 lakh, അതെ അത് അടയ്ക്കുന്നതായിരിക്കും നല്ലത്. ബ്രോ, നമുക്ക് ഈ വാഹനത്തിൽ ആഡ് ഓൺ ആയിട്ട്, അതായത് അക്സസറീസ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും? ആക്സസറീസ് ആയിട്ട് നമുക്ക് ആക്ച്വലി ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് ഇറ്റ്സ് ആൻ ആഡ് ഓൺ ആക്സസറി. നമുക്ക് കമ്പനി പ്രീഫിറ്റഡ് ആയിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു ഇലക്ട്രോണിക് ആൻറ്റി തെഫ്റ്റ് മോഡ്യൂൾ വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ ടു ദി Aprilia ആപ്പ് ഇറ്റ് സെൽഫ്. അതായത് നമുക്ക് വണ്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ ഫീച്ചറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻറ്റി തെഫ്റ്റ് മോഡ്യൂൾ നമുക്ക് ആഡ് ഓൺ ആക്സസറി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വൈസർ
ഒരു ഹൈ എൻഡ് വൈസർ, ഇച്ചിരി കൂടി നമുക്ക് ഹൈറ്റ് വരുന്ന ഒരു ബബിൾ വൈസർ ടൈപ്പ് ഒരു വൈസർ നമുക്ക് ആഡ് ഓൺ ആക്സറി ആയിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ്രി ആൻഡ് ആക്സിൽ പ്രൊട്ടക്ഷൻ, നമ്മൾ ഫ്രണ്ട് ആക്സിൽ എനി കൈൻഡ് ഓഫ് നമുക്ക് വണ്ടി മറിഞ്ഞ് വീഴാനോ അങ്ങനെയുള്ള ചാൻസസിൽ നമുക്ക് ആക്സിൽ പ്രൊട്ടക്ഷനായിട്ട് ഫ്രണ്ട് ആൻഡ് റിയർ ആക്സിൽ പ്രൊട്ടക്ഷൻ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹീൽസ് നമുക്ക് ഒബ്വിയസ്ലി റൈഡിങ് ബൂട്ട്സും ഹീൽസും ഒക്കെ യൂസ് ചെയ്യും. സോ നമുക്ക് ഹീൽ പ്രൊട്ടക്ഷൻ ഫുഡ് റെസ്റ്റിൻ്റെ കൂടെ വരുന്ന ഒരു ഹീൽ പ്രൊട്ടക്ഷൻ നമുക്ക് ആക്സറി ആയിട്ട് വരുന്നുണ്ട്. ഒരു ഒഫീഷ്യൽ ആക്സറി ലിസ്റ്റ് ആക്ച്വലി ഇതുവരെ വന്നിട്ടില്ല, എന്തായാലും ഒരു ഇൻട്രൊഡക്ടറി പ്രോഡക്റ്റ് ആണ്. സോ വി ആർ എക്സ്പെക്ടിങ് മെനി കൈൻഡ് ഓഫ് ആക്സറീസ് ഇൻ നിയർ ഫ്യൂച്ചർ. ഇത്ര നേരം നമ്മളോട് RS457 വിവരങ്ങൾ പങ്കുവച്ചത് വിഷ്ണു ബ്രോയാണ്. അപ്പോൾ എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും ഡീറ്റെയിൽസും നമ്മൾ നമ്പേഴ്സും ഒക്കെ നമ്മൾ ഈ വീഡിയോടൊപ്പം തന്നെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.